തെരുവ് നായയുടെ കടിയേൽക്കുന്നവർക്ക് കനത്ത നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. തെരുവുകളിൽ നായകൾ വിളയാടുമ്പോൾ നിസ്സംഗത പാലിക്കുന്ന അധികാരികളെയും ഉത്തരവാദിത്തമില്ലാത്ത നായപ്രേമികളെയും കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. തെരുവിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്നവർക്ക് അവയുടെ ആക്രമണങ്ങളിലും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി തുറന്നടിച്ചു. നായകളോട് അത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ അവയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തുകൂടെ എന്ന കോടതിയുടെ ചോദ്യം പ്രസക്തമാണ്. തെരുവ് നായ ആക്രമണങ്ങളെ ചെറുക്കാൻ സംസ്ഥാനങ്ങൾ കർമ്മ പദ്ധതികൾ നടത്താൻ തയ്യാറാകാത്തതിനും കോടതി അതൃപ്തി അറിയിച്ചു. തെരുവ് നായ ആക്രമണങ്ങളിൽ സംസ്ഥാനങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ കനത്ത പിഴ നൽകേണ്ടി വരും. മൃഗസ്നേഹികൾ തെരുവ് നായകളെ പരിപാലിച്ചാൽ തെരുവ് നായ ആക്രമണങ്ങളിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണെന്നും കോടതി വ്യക്തമാക്കി. കുട്ടികൾക്കും പ്രായമായവർക്കും നേരെയുള്ള ഓരോ അക്രമത്തിനും മുറിവിനും മരണം സംഭവിച്ചാൽ അതിനും വലിയ വില നൽകേണ്ടി വരുമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. 9 വയസ്സുള്ള കുരുന്നിനെ നായക്കൂട്ടം വേട്ടയാടുമ്പോൾ അതിനാരെയാണ് ഉത്തരവാദിയാക്കേണ്ടത്? തീറ്റ കൊടുക്കുന്ന സംഘടനകളെയോ അതോ കണ്ണടച്ചിരിക്കുന്ന സർക്കാരുകളെയോ? മൃഗസ്നേഹികൾക്കായി കോടതിയിലെ അഭിഭാഷകരുടെ നീണ്ട നിര എത്തുമ്പോൾ തെരുവിൽ കടിയേൽക്കുന്ന പാവം മനുഷ്യരുടെ ഭാഗം പറയാൻ ആരുമില്ലെന്ന കോടതിയുടെ നിരീക്ഷണം നമ്മുടെ നീതി വ്യവസ്ഥയിലെ തന്നെ ഒരു വലിയ വിരോധാഭാസത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. നായകളെ പരിപാലിക്കുന്നവർ അവയുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു.